ക്ഷേത്രത്തിനും പള്ളിക്കും വേണ്ടി ഒരൊറ്റ കമാനം സ്ഥാപിച്ചൊരു നാട് ഇങ്ങ് പാലക്കാടുണ്ട്. പുതുനഗരം മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിൻ്റെയും മാങ്ങോട് മലങ്ഷ പള്ളിയുടെയും കഥ കേരളത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ക്ഷേത്രത്തിനും ഇസ്ലാം മതവിശ്വാസപ്രകാരമുള്ള ഔലിയയ്ക്കും ഒരേ കമാനം. ഇവിടെ വരുന്നവർ അവിടെയും അവിടെ വരുന്നവർ ഇവിടെയും വരണം. അതായിരുന്നു പൂർവികരുടെ ലക്ഷ്യം. ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. തൊഴാനെത്തുന്നവരോട് ക്ഷേത്രം ഭാരവാഹികൾ തന്നെ പള്ളിയിലും പോകണമെന്ന് നിർദ്ദേശം നൽകും. തിരിച്ചും അങ്ങനെ തന്നെ. പള്ളിക്കും ക്ഷേത്രത്തിനും ഒരൊറ്റ കമാനം മതിയെന്ന് ഭാരവാഹികൾ തീരുമാനിച്ചതും ഈ ഒരൊറ്റ കാരണം കൊണ്ട്. പഴയ കാലം തൊട്ടിട്ട് ആ ക്ഷേത്രത്തിൽ നമ്മുടെ പള്ളിയിലുള്ളവരും ഈ ക്ഷേത്രത്തിൽ ഉള്ള അമ്മയും അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തോടുകൂടി ഇരുന്ന ആൾക്കാരാണെന്ന് പറയുന്നു. നമ്മൾ വന്നിട്ട് ഇപ്പോൾ 5 വർഷമായുള്ളൂ ഇവിടെ. നമുക്ക് ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. പഴയ ആൾക്കാർ പറഞ്ഞതാണ് നമ്മൾ അറിയുക. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വന്നവരെല്ലാം ഇവിടെ വരണം, ഇവിടെ വന്നവരെല്ലാം അവിടെ പോയി പ്രാർത്ഥിച്ചാലേ വരുന്നവർക്ക് ബലം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഐതിഹ്യം. വഴിപാടുകളുടെ കാര്യത്തിൽ പോലും ഈ ഒരുമയുണ്ട്. ആഗ്രഹ സഫലീകരണത്തിനായി ക്ഷേത്രത്തിൽ നിന്ന് ഭസ്മവും പള്ളിയിൽ നിന്ന് പൂമണ്ണും വാങ്ങണം. എന്നാലേ പ്രാർത്ഥന പൂർത്തിയാകൂ. പുതുനഗരത്തിലേക്ക് ഈ ആവശ്യവുമായി ഒരുപാടധികം വിശ്വാസികൾ എത്താറുണ്ട്. നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഭസ്മം കൊടുക്കണം, അവിടെ നിന്ന് അവർ പൂമണ്ണ് കൊടുക്കണം. അവരും പറയും ഇവിടുന്ന് പോയി ഭസ്മം വാങ്ങിയിട്ട് വരും എന്ന് പറയും. അങ്ങനെ രണ്ടും കൂടി കലർന്ന് നമുക്കിപ്പോൾ ഒരു സ്ഥലം വെക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ വാങ്ങാനുണ്ട് എന്ന് പറയുകയാണെങ്കിലും കൂടിയിട്ട് ആ സ്ഥലത്തിന് അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ 21 ദിവസങ്ങളിൽ അത് വിറ്റ് കിട്ടും എന്നുള്ളതാണ് അവരുടെ ഐതിഹ്യം. അങ്ങനെയാണ്. ഏർവാടിയിൽ നിന്നെത്തിയ മലങ്ഷായുടെ കബറിടത്തിന് 379 വർഷം മുൻപ് മാങ്ങോട്ടുകാർ സ്ഥലം നൽകിയെന്നത് ചരിത്രം. അന്നു മുതൽ ക്ഷേത്രത്തിനും പള്ളിക്കും ഒരേ മേൽവിലാസം. അടുത്തു തന്നെ കോൺക്രീറ്റ് കൊണ്ടുള്ള പുതിയ കമാനം ഇവിടെ ഉയരും. അപ്പോഴും പള്ളിക്കും ക്ഷേത്രത്തിനും ഒരുമിച്ച് തന്നെയായിരിക്കും പേരുകളെന്ന് ഭാരവാഹികൾ അടിവരയിടുന്നു. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.